തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ആരാകും മേയർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയതെങ്കിലും മുൻ DGP ആർ ശ്രീലേഖയുടെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊച്ചിയിലേക്ക് വരുമ്പോൾ ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് കാര്യമായി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. ഇനി കോഴിക്കോടേക്ക് വരുമ്പോൾ അവിടെ കോർപ്പറേഷനിൽ UDF-ന് ഭരണം നഷ്ടമായത് തലനാരിഴയ്ക്കാണ്. അതുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് ആരാകുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ LDF-ലെ S ജയശ്രീയുടെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത്. അപ്പോൾ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ്, കൊച്ചിയിൽ നിന്ന് മോസിനാസു, കോഴിക്കോട് നിന്ന് T നന്ദഗോപാൽ എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം. RB സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഇതിൽ ഏറ്റവും പ്രധാനം മേയർ ആരാകുമെന്നുള്ള ചർച്ചകൾ നേരത്തെ VV രാജേഷിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ശ്രീലേഖ കൂടി ജയിച്ചു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ VV രാജേഷ് എത്രയോ വർഷമായി തിരുവനന്തപുരത്തെ BJPയുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രഥമ പരിഗണന VV രാജേഷിലേക്ക് തന്നെ എത്തി നിൽക്കുന്നുണ്ടോ? ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? RSSന്റെ കൂടി നിലപാടനുസരിച്ചായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP മേയർ ആരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ജിൽസി. കാരണം പാർട്ടി കണ്ടുവച്ചിട്ടുള്ള പേര് ആദ്യമേ തന്നെ VV രാജേഷ് ആയിരുന്നു. പക്ഷേ അപ്പോഴും ശ്രീലേഖ മുൻ DGP ആണ്, ഭാഷാ പ്രാവീണ്യമുള്ള സ്ത്രീയാണ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പൊ അത്രയും വലിയ പദവിയിൽ ഇരിക്കുന്നവർക്ക് കൂടി ഈ പറയുന്ന മേയർ സ്ഥാനത്തേക്ക് അർഹതയുണ്ട് എന്നുള്ളൊരു ചർച്ചയും ഉയർന്നു വന്നു. അങ്ങനെ രണ്ടു പേരുകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. VV രാജേഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമാണ്, നിലവിലെ കൌൺസിലറും ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് VV രാജേഷും ശ്രീലേഖയും വന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റ് രണ്ട് പേരുകൾ കൂടി വന്നിട്ടുള്ളത്. ഒന്ന് കരമന അജിത്ത്, അത് വർഷങ്ങളായിട്ട് BJPയുടെ കൌൺസിലർ പലയിടത്തു നിന്നായിട്ട് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന അവിടുത്തെ കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ് കരമന അജിത്ത്. അതേപോലെ സിമി ജ്യോതിഷ്, ഈ നാലുപേരുടെ പേരും കാര്യക്ഷമമായിട്ട് ഉയർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിൽ നറുക്ക് വീഴുക ഒരുപക്ഷെ VV രാജേഷിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 18-ന് മുമ്പ് ഈ ഒരു നടപടിയിൽ തീരുമാനമുണ്ടാവുമെന്നാണ് അറിയുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തില്ല, അദ്ദേഹം കൂടി എത്തിയ ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം വരിക. പക്ഷേ RSSന്റെ നിലപാട് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 21-നാണ് ഈ അംഗങ്ങളുടെ കൌൺസിലർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ നടക്കുക. ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും മേയർ ആരെന്നും ഡെപ്യൂട്ടി മേയർ ആരെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരാൻ വേണ്ടിയൊക്കെ പോകുന്നത്. എന്തായാലും മത്സരരംഗത്തേക്ക് LDF-ഉം അവരുടെ പ്രതിനിധിയെയും UDF അവരുടെ പ്രതിനിധിയെയും മത്സരത്തിന് ഇടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരു സഖ്യത്തിനെ താഴെ ഇറക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം CPM നേതാക്കൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. CPM-ഉമായിട്ട് ഒരു നീക്കുപോക്ക് വേണ്ട എന്നുള്ള കാര്യം UDF-ഉം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ മേയറാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 34 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP-യാണ് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 50-ലേക്ക് എത്തിക്കുകയും ഭരണം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും വലിയ കാര്യക്ഷമമായിട്ടുള്ള വെല്ലുവിളികളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഈ ഏറ്റവും ഒടുവിലായിട്ട് ഈ രണ്ട് പേരുകൾ വന്നെങ്കിലും അതിൽ ആർക്ക് നറുക്ക് വീഴുമെന്നുള്ള കാര്യം RSSന്റെ നിലപാടിനനുസരിച്ചിരിക്കും. VV രാജേഷിന് തന്നെയാണ് ഇപ്പോഴും സാധ്യത കൂടുതൽ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്, അതിലും ഒരുപക്ഷെ ശ്രീലേഖ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപക്ഷെ VV രാജേഷിനെ തന്നെ മേയറാക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ജിൽസി, നോക്കൂ ജിൽസി, VV രാജേഷിനെ തന്നെ മേയറാക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു താല്പര്യം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തുടക്കകാലം മുതൽ VV രാജേഷ് രാഷ്ട്രീയത്തിൽ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് പല മേഖലകളിലൂടെ പല സമരമുഖങ്ങളിലൂടെ ഒക്കെ വളർന്നു വന്ന ഒരാൾ കൂടിയാണ്. ഇന്ന് കാണുന്ന ഗ്ലാമർ ഒക്കെ ഇപ്പോഴുണ്ടായതല്ലേ, അതിന് മുൻപേ പാർട്ടിക്കൊപ്പം നിന്ന ആൾ കൂടിയാണ്. സ്ത്രീയിലേക്ക് ഇപ്പോ റിട്ടയർമെന്റിന് ശേഷം എടുത്ത ഒരു പിക്കാണ്. അതുകൊണ്ട് RSS തീരുമാനിക്കുന്നതാണ്. RSS തീരുമാനിക്കുമ്പോൾ നിശ്ചയമായും രാജേഷിന് തന്നെ നറുക്ക് വീഴുമെന്നാണ് മനസ്സിലാക്കുന്നത്.